ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഹൈപ്പുള്ള മൂവി പുഷ്പ 2 റിലീസിന്റെ മുന്നേ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയ സിനിമ. അതോടൊപ്പം തന്നെ 2024 കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയ സിനിമ. ആദ്യ ഷോ കഴിഞ്ഞ ചിത്രത്തിന്റെ റെസ്പോൺസും കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നു. ഒരു പുഷ്പ 2 ഒരു എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ടല്ല ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തിനായിരുന്നു സുകുമാർ എന്ന സംവിധായകൻ പുഷ്പ 2 എന്ന ചിത്രം എടുത്തത്? ആ ഒരു ഫസ്റ്റ് പാർട്ടോട് കൂടി അവസാനിപ്പിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഒരു ടിപ്പിക്കൽ തെലുങ്ക് സിനിമയാണ് കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ പോയി കണ്ടോളൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിത്രത്തിന് 3.5 മണിക്കൂറോളം ദൈർഘ്യമുണ്ട്, അതുകൊണ്ട് തന്നെ സിനിമ കണ്ടിരിക്കാൻ നല്ല ലാഗ് ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്, നല്ല രീതിയിലുള്ള ഒച്ചയും ബഹളവും ഉണ്ട്, പാട്ടുകളുണ്ട്, നല്ല എന്റർടൈനർ ആണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സെക്കൻഡ് പാർട്ട് തന്നെ കണ്ടിരിക്കാൻ വയ്യ, ഇനി എന്തിന് പുഷ്പയുടെ തേർഡ് പാർട്ട് എന്ന് ചോദിക്കുന്ന ആൾക്കാരുമുണ്ട്. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പോപ്കോണും അതുപോലെ ടീയും സ്നാക്സ് എല്ലാം കഴിച്ച് ചില്ലായി കണ്ടിരിക്കാൻ പറ്റിയ പടം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഫസ്റ്റ് പാർട്ട് കണ്ട് നേരെ തേർഡ് പാർട്ട് കണ്ടാൽ മതി, സെക്കൻഡ് പാർട്ടിന് ആവശ്യമില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരുമുണ്ട്. ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള സമ്മിശ്ര പ്രതികരണമാണ് ഇന്ത്യയിലെ ഏറ്റവും ഹൈപ്പുള്ള മൂവിയായ പുഷ്പ 2 എന്ന ചിത്രത്തിന്റെ പ്രേക്ഷകരിൽ നിന്നും ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. വലിയ പ്രതീക്ഷയോടുകൂടെ തിയേറ്ററിൽ എത്തിയത് കൊണ്ടാണോ, ഉറക്കം ഒഴിച്ച് സിനിമ കണ്ടതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു റെസ്പോൺസിലേക്ക് പുഷ്പ 2 എത്തപ്പെട്ടത്? നാം സംശയിക്കുന്നു. അടുത്ത ഷോയിലൂടെ ചിത്രം ഒരു ക്ലീൻ പോസിറ്റീവ് റിപ്പോർട്ട് നേടിയെടുക്കട്ടെ. ഓക്കെ, ബൈ.